അമ്മേ ദേവി ശരണം. കടലിൽ നിന്ന് വീണ്ടെടുത്ത കേരളത്തിൻ്റെ സുരക്ഷയ്ക്കായി പരശുരാമൻ പ്രതിഷ്ഠിച്ച 4 അംബികാക്ഷേത്രങ്ങളായ ദേവി ബാലാംബിക, ലോകനാർക്കാവിലെ ലോകാംബിക, മംഗലാപുരത്ത് മൂകാംബിക, പാലക്കാട് ഹേമാംബിക എന്നീ 4 അംബികാക്ഷേത്രങ്ങളെ പ്രതിഷ്ഠിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. ഇപ്പോഴത്തെ മലമ്പുഴ ജലസംഭരണിയിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ അകലെ പശ്ചിമഘട്ടത്തിൻ്റെ ഒരു ഭാഗമായ ഇടതൂർന്ന വടമല വനത്തിൻ്റെ അപ്രാപ്യമായ താഴ്വരയിൽ മുത്തിക്കുളം, മുടിയോളമ്പി, അടുപ്പക്കുട്ടി, പൂങ്കാവനം എന്നിങ്ങനെ പ്രാദേശികമായി അറിയപ്പെടുന്ന ദുർഗാദേവിയുടെ ഒരു ദിവ്യക്ഷേത്രം ഉണ്ടായിരുന്നു. കൂറൂർ കൈമുക്ക് നമ്പൂതിരിമാർ ദിവസവും ഈ ദ്വാരകയിൽ ആരാധനയ്ക്കായി വന്നിരുന്നുവെന്ന് ഐതിഹ്യം പറയുന്നു. സംരക്ഷിത കൊടുങ്കാറ്റുള്ള മലനിരകൾ കടന്ന് നഗ്നമായ കാലിൽ അവരുടെ ദിനചര്യയിൽ മാറ്റമൊന്നുമില്ലാതെ വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം വാർദ്ധക്യത്തിന്റെ അലസത കാരണം ആരാധന കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒരു മരത്തിനടിയിൽ വിശ്രമിക്കാൻ അവർ നിർബന്ധിതരായി. ഒരു വൃദ്ധ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് മധുരമുള്ള പഴങ്ങൾ നൽകി. അത് അവർ സന്തോഷത്തോടെ സ്വീകരിച്ച് പെട്ടെന്ന് അവരുടെ ക്ഷീണം ശമിക്കുകയും അതിശയകരമാം വിധം ഉന്മേഷം അനുഭവിക്കുകയും ചെയ്തു. അടുത്ത ദിവസം യാത്രയിലായ ഈ 2 തീക്ഷ്ണ ഭക്തർ മരത്തിന് സമീപം എത്തി. അവരുടെ മുന്നിൽ ഒരു വലിയ ആന നിൽക്കുന്നത് കണ്ടു. ആനയുടെ അരികിൽ അവർക്ക് സ്വർണ്ണ നിറമുള്ള ദേവിയുടെ ദർശനം ഉണ്ടായിരുന്നു. അന്നു മുതൽ അവർ മരച്ചുവട്ടിൽ ദേവിയെ ആരാധിക്കാൻ തുടങ്ങി. കൂറൂർ വാർദ്ധക്യം മൂലം അവശനായി തീർന്നു. മലയിൽ ആരാധനയുടെ ദൈനംദിന ചര്യകൾ നിർവഹിക്കാൻ ബുദ്ധിമുട്ടായി. ഒരു രാത്രിയിൽ ദേവി സ്വപ്നത്തിൽ അവന്റെ മുന്നിൽ ഒരു രേഖാചിത്രം എഴുതി അവന്റെ വീടിനടുത്തുള്ള കുളത്തിൽ കാണപ്പെടുമെന്നും അവിടെ തന്നെ ആരാധിക്കാമെന്നും അവനെ ആശ്വസിപ്പിച്ചു. പിറ്റേന്ന് പുലർച്ചെ പ്രകാശിതരായ ഭക്തർ കുളത്തിലേക്ക് ഓടിയെത്തിയപ്പോൾ തടാകത്തിന്റെ നടുവിൽ വെള്ളത്തിൽ നിന്ന് 2 മനോഹരങ്ങളായ കൈകൾ ഉയർന്നു വരുന്നത് കണ്ടു. കൂറൂർ ആവേശഭരിതനായി കുളത്തിലേക്ക് ചാടി നടുവിലേക്ക് നീന്തി കൈകളിൽ പിടിച്ചു. ഉടനെ കൈകൾ കല്ലായി മാറി നിശ്ചലമായി. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കല്ലേക്കുളങ്ങരയ്ക്ക് ഈ പേര് ലഭിച്ചത് ഈ സംഭവത്തിൽ നിന്നാണ്. സുഹൃത്തായ കൈമുക്ക് കുരുവിന്റെ സഹായത്തോടെ കൈകളെ പൂജിച്ചു. ആ ദിവ്യ കൈകൾക്ക് ചുറ്റും തടാകം നിറച്ചാണ് ഇപ്പോഴത്തെ ക്ഷേത്രം നിർമ്മിച്ചത്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള 5 കുളങ്ങൾ തടാകത്തിൽ നിന്ന് തിരിച്ചു പിടിച്ച ഭൂമിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചതെന്ന് തെളിയിക്കുന്നു. ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കൂറൂർ പാലക്കാട് ഭരണാധികാരിയായ ശേഖരി വർമ്മ വലിയ രാജയോട് നിർദ്ദേശിച്ചു. ഇന്ന് മലബാർ ദേവസ്വം ബോർഡ് നിർമ്മിച്ച എക്സിക്യൂട്ടീവാണ്, ഓഫീസറാണ് ക്ഷേത്രം ദൈനംദിന ഭരണം നോക്കുന്നത്. ദൈനംദിന ആരാധനാക്രമത്തിൽ ഒരു ക്രമം കൊണ്ടുവന്നതും ദേവതയ്ക്കുള്ള വ്യത്യസ്ത വഴിപാടുകൾ തീരുമാനിച്ചതും ആദിശങ്കരനാണ്. ദേവിയെ രാവിലെ സരസ്വതിയായും ഉച്ചയ്ക്ക് ലക്ഷ്മിയായും വൈകുന്നേരം ദുർഗയായും ആരാധിക്കുന്നു. ചേന്ദമംഗലത്തെ വളരെ പഴയ ശിവക്ഷേത്രവും ഈ ഈശ്വരമംഗലത്തെ ശിവശാസ്താ ക്ഷേത്രവും ഹേമാംബിക ക്ഷേത്രത്തിന് സമീപമാണ്. അവ സ്ഥലത്തിന്റെ പവിത്രതയ്ക്ക് വളരെയധികം സംഭാവന നൽകിയിട്ടുണ്ട്. ദസറ, ശിവരാത്രി, മണ്ഡലപൂജ, ഈശ്വരസേവ തുടങ്ങിയ പ്രധാന ഉത്സവങ്ങൾക്ക് പുറമെ നിരവധി പുണ്യദിനങ്ങളും ഇവിടെ വ്യവസ്ഥാപിതമായി ആഘോഷിക്കപ്പെടുന്നു. ദേവിക്ക് പ്രധാന വഴിപാടുകൾ നെയ്വിളക്ക്, കളഭം, ചതുശതം, നൈപായസം മുതലായവയാണ്. പുണ്യഭാഷ സംസ്കൃത പഠനം പ്രചരിപ്പിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമായി ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ ഹേമാംബിക സംസ്കൃത ഹൈസ്കൂൾ നടത്തുന്നു. കല്ലേക്കുളങ്ങര ദേവസ്വത്തിന്റെ ഉടമസ്ഥയിലുള്ള രാജഗോപാലൻ എന്ന പ്രശസ്ത ആന ഇവിടെയുണ്ട്. തിങ്കൾ, ചൊവ്വ, വ്യാഴം, വെള്ളി ദിവസങ്ങളാണ് ഇവിടെ ഏറ്റവും ശുഭകരമായ ദിവസങ്ങൾ എന്ന് പറയപ്പെടുന്നു. പ്രഭാതത്തിൽ സരസ്വതി ദേവിയായും ഉച്ചയ്ക്ക് ലക്ഷ്മി ദേവിയായും സന്ധ്യയിൽ ശ്രീ ദേവി ദുർഗയായും ദേവി പ്രത്യക്ഷപ്പെടുന്നുവെന്നും ദേവിയുടെ വ്യതിരിക്തമായ ഭാവം സ്വരൂപം സ്വീകരിച്ചാണ് പൂജ നടത്തുന്നത് എന്നും വിശ്വസിക്കപ്പെടുന്നു.
വ്യാഴത്തിന്റെ ദോഷഫലങ്ങൾ സംരക്ഷിക്കാൻ പുരാതന ജ്യോതിശാസ്ത്രജ്ഞർ പറഞ്ഞതുപോലെ ഗുരുവായൂരപ്പന് വഴിപാട് അർപ്പിക്കണം. ഈ വിശ്വാസത്തെ പോലെ ദേവതകളുടെ ദോഷഫലങ്ങൾ ഇല്ലാതാക്കാൻ ഏമൂർ ശ്രീ ഭഗവതിക്കും വഴിപാട് അർപ്പിക്കണം. തിഥികളിൽ അഷ്ടമി ഇവിടെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. വിദ്യാരംഭ ചടങ്ങും ശക്തമായ ഭക്തിയോടെയാണ് ഇവിടെ നടത്തിവരുന്നത്. ആയിരക്കണക്കിന് ഭക്തർ അവരുടെ ശ്രീകോവിലേക്ക് ഒഴുകിയെത്തി സ്വയം മറന്ന് അവളെ വിളിച്ചു പറയുന്നു. അവൾ തൻ്റെ അതിരറ്റ സ്നേഹത്താൽ അവരെയെല്ലാം സംരക്ഷിക്കുന്നു. പരമസത്യത്തിൻ്റെ മൂർത്തീഭാവമായ അവളുടെ മുമ്പിൽ പ്രമാണമർപ്പിക്കാൻ വിവിധ മേഖലകളിൽ നിന്നുന്ന പ്രശസ്തരായ വ്യക്തികളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. അവരിൽ പ്രമുഖയായിരുന്ന ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന അന്തരിച്ച ശ്രീമതി ഇന്ദിരാഗാന്ധിയും ഉണ്ടായിരുന്നു. അമ്മേ ദേവീ ശരണം. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ.